ഹലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഇലക്ട്രിക് ഫീൽഡിനും അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിനും ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫീൽഡ് ടെൻസറിനെ പറ്റിയിട്ടാണ്. അതായത് എങ്ങനെ നമുക്ക് ടെൻസർ ഫോമിൽ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിഫോർ ദാറ്റ് എന്താണ് ടെൻസർ എന്ന് അറിയണം, എന്താണ് ഫോർ വെക്റ്റർ ആണ്, എന്താണ് വെക്റ്റർ സ്പേസ് എന്ന് അറിയണം. ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് ഇതിൽ കടക്കാം. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ തരാം. എ വെക്റ്റർ റെപ്രസെൻറ്റഡ് ഇൻ 4 dimension. A vector represented in 4 dimension is 4 vector. അതിനാണ് നമ്മൾ വിളിക്കുക 4 vector എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ 4 dimensionൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു വെക്ടറിനെയാണ് നമ്മൾ വിളിക്കുക 4 vector എന്ന് വിളിക്കാം. ഈ 4 vectorsൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഒരു ഫ്രെയിമിൽ നിന്നിട്ട് വേറെ ഫ്രെയിമിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ്റെ ഏകദേശം സിമിലർ ആയിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മളൊരു 4 dimension സ്പേസ് കൺസിഡർ ചെയ്യാൻ വിചാരിക്കുക. ഓക്കെ, ആ 4 dimension സ്പേസിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എടുത്ത് നമ്മളൊരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ആ പോയിന്റ് കോർഡിനേറ്റ്സ് നമ്മൾ ഇങ്ങനെ എഴുതുക എക്സ് കോമ വൈ കോമ സെഡ് ആയിട്ട് എഴുതാറുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഈ 4 dimension സ്പേസിൽ ഒരു പോയിന്റ് എടുത്തിട്ട് ആ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറ് നമ്മൾ x0 x1 x2 x3 ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക 4 വെക്ടേഴ്സ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ 4 dimensionലുള്ള ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള കോർഡിനേറ്റ്സ് വന്നു കഴിഞ്ഞാൽ x0 x1 x2 x3 ആയിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ കൺസിഡർ ചെയ്യുക. ഇതിന് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രെയിമിൽ നിന്ന് വേറെ ഫ്രെയിമിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ്റെ സിമിലർ ആയിട്ടാണ് വരിക. അപ്പോൾ നമുക്കറിയാം ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ്റെ ഇക്വേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ x ഡാഷ് ഈസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു എക്സ് മൈനസ് വി ടി, അതുപോലെ തന്നെ y dash is equal to gamma into y dash is equal to y എന്ന് വരിക. y dash is equal to y എന്ന് വരും, z dash is equal to z എന്ന് വരും. ആൻഡ് നാലാമത്തെ കമ്പോണൻറ്റ് സി ടി ഡാഷ് ആണ്. സി ടി ഡാഷ് ഈസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു സി ടി മൈനസ് വി എക്സ് ബൈ സി സ്ക്വയർ. ഓക്കെ, വി എക്സ് ബൈ സി സ്ക്വയർ ആണോ സി ആണോ സംശയമുണ്ട്. എക്സ് ബൈ സി ആണ് തോന്നുന്നു. ഓക്കെ, വി എക്സ് ബൈ സി ആണ്. ഇതാണ് നമ്മളെ സാധാരണ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. 4 dimensionലുള്ള ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ നമ്മളത് ഡിഗ്രിക്കൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സിമിലർ ടു ദിസ് നമ്മളെ 4 വെക്ടേഴ്സിൻ്റെ ഈ 4 പോയിന്റുകൾ, ഈ 4 പോയിന്റുകൾ ട്രാൻസ്ഫോർമേഷൻ ഏകദേശം ഇതിന് സിമിലർ ആയിട്ടാണ് വരിക. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ പോയിന്റ് എക്സ് ബാർ ഓഫ് 0 വിൽ ബി ഈസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു x0 മൈനസ് ബീറ്റ x1. അതേപോലെ തന്നെ എക്സ് ബാർ 1 ഈസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു x1 മൈനസ് ബീറ്റ x0. അതേപോലെ തന്നെ എക്സ് ബാർ 2 വിൽ ബി ഈസ് ഈക്വൽ ടു x2 തന്നെ വരും. ആൻഡ് എക്സ് ബാർ 3 വിൽ ബി ഈസ് ഈക്വൽ ടു x3. എക്സ് ബാർ 2നും എക്സ് ബാർ 3ക്കും എന്താണ് സെയിം തന്നെയാണ് വരിക. അതിനെ മെട്രിക്സ് ഫോമിൽ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്. ഇൻ മെട്രിക്സ് ഫോമിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. മെട്രിക്സ് ഫോമിൽ ഈ 4 ലെഫ്റ്റ് സൈഡിൽ എഴുതാം. എക്സ് ബാർ ഓഫ് 0, എക്സ് ബാർ ഓഫ് 1, എക്സ് ബാർ ഓഫ് 2 ആൻഡ് എക്സ് ബാർ ഓഫ് 3 വിച്ച് വിൽ ബി ഈസ് ഈക്വൽ ടു ഒരു 4 dimensional മെട്രിക്സ് ആണ്, 4x4 മെട്രിക്സ് ആണ് വരിക. ഫസ്റ്റ് ടേം ഗാമ, പിന്നെ മൈനസ് ഗാമ ബീറ്റ, പിന്നെ 0 0, പിന്നെ ഇവിടെ മൈനസ് ഗാമ ബീറ്റ ഗാമ 0 0, പിന്നെ 0 0 1 0. നാലാമത്തെ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 0 0 1 ആണ് വരിക. ഓക്കെ, ഇൻറ്റു എന്ത് വരും x0 x1 x2 x3. ഓക്കെ, ഈ രീതിയിലാണ് നമുക്കതിനെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ആയിട്ട് എഴുതുക. ഇതിൻ്റെ റിലേറ്റിവിസ്റ്റിക് നൊട്ടേഷൻ ഇതൊക്കെ നമ്മൾ മാട്രിക്സിലും മറ്റേ ടെൻസറിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കുന്നതാണ്. ഇതിൻ്റെ റിലേറ്റിവിസ്റ്റിക് നൊട്ടേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. എക്സ് ബാർ ഓഫ് മ്യൂ ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം ലാംഡ, മുകളിൽ മ്യൂ, താഴത്ത് ന്യൂ, പിന്നെ എക്സ് മ്യൂ. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ റിലേറ്റിവിസ്റ്റിക് നൊട്ടേഷനായിട്ട് നമ്മൾ കൊടുക്കാറ്. ഓക്കെ, ഇതിൽ മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് ദി റോസ് ആൻഡ് ന്യൂ റെപ്രസെൻറ്റ്സ് ദി കോളംസ്. ഇതൊക്കെ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ്. ഇതെന്താണ് സംഭവം എന്ന് പറയാനുള്ള ഇൻട്രൊഡക്ടറി പാർട്ടാണ്. പിന്നെ ഇതുപോലെ ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാമ ഈസ് ഈക്വൽ ടു 1 ബൈ
റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ആണ് ഗാമ. സാധാ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ വെക്ടർ, ലോറൻസ് കോഎഫിഷ്യൻറ്റ്, ലോറൻസ് ഫാക്ടർ. ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ സി സ്ക്വയർ. അതോ വി ബൈ സി ആണോ? വി സ്ക്വയർ ബൈ സി സ്ക്വയർ ആണെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ് ചെക്ക് ചെയ്യട്ടെ. വി ബൈ സി. ഓക്കെ, സോ വി ബൈ സി. ഓക്കെ, വി ബൈ സി ആണ് എന്ത് വരിക? ബീറ്റയുടെ വാല്യൂ വരിക. ഓക്കെ, ബീറ്റയുടെ വാല്യൂ വരിക. ഓക്കെ, എന്താണ് ടെൻസർ പറഞ്ഞു കഴിഞ്ഞാൽ? എ ടെൻസർ ഈസ് എൻ ഒബ്ജക്റ്റ് വിത്ത് 2 ഇൻഡീസസ്. ഇവിടെ നമുക്ക് എന്തെന്ന് ഒരൊറ്റ ഇൻഡീസ് മാത്രമേ ഉള്ളൂ, അതാണ് വെക്ടർ ആയത്. എ ടെൻസർ വന്നത്, എ ടെൻസർ ഈസ് എൻ ഒബ്ജക്റ്റ് വിത്ത് 2 ഇൻഡീസസ് ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ, എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മൾ? ടി ബാർ ഓഫ് മ്യൂ ന്യൂ. നേരത്തെ വെക്ടർ ആകുമ്പോൾ എന്താണ് ഒറ്റ ഇൻഡീസിനെ എന്നുള്ളൂ. ടെൻസർ ആകുമ്പോൾ എന്ത് വരും? 2 ഇൻഡീസ് വരും. വിച്ച് വിൽ ബി ഈക്വൽ ടു ക്യാപിറ്റൽ ലാംഡ, ക്യാപിറ്റൽ ലാംഡ മുകളിൽ മ്യൂ ലാംഡ. ഇതൊക്കെ ജസ്റ്റ് നൊട്ടേഷൻസ് ആണ്. ലാംഡ മ്യൂ സിഗ്മ പിന്നെ ടി മ്യൂ ന്യൂ, അല്ല ടി ലാംഡ സിഗ്മ, സോറി ടി ലാംഡ സിഗ്മ. ഓക്കെ, സോ ഈ രീതിയിലാണ് എന്ത് വരിക? ടെൻസറിൻ്റെ റെപ്രസെൻറ്റേഷൻ വരിക. സോ ദിസ് റെപ്രസെൻറ്റ്സ് എ സെക്കൻഡ് റാങ്ക് ടെൻസർ കേട്ടോ. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളൊരു സെക്കൻഡ് റാങ്ക് ടെൻസറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, സെക്കൻഡ് റാങ്ക് ടെൻസർ ഇസ് റെപ്രസെൻറ്റഡ് ഈ രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ആൻഡ് ഇറ്റ് ഹാസ് 16 കമ്പോണൻസ്. അതിന് എത്ര കമ്പോണൻസ് ഉണ്ടായിരിക്കും? 16 കമ്പോണൻസ് ആണ് ഉണ്ടാവുക. ആ കമ്പോണൻസിന് എങ്ങനെ എഴുതാം നമുക്ക്? ടി ഓഫ് ടി ബാർ ഓഫ് മ്യൂ ന്യൂ വിൽ ബി ഈക്വൽ ടു എന്ത് വരും? 0 0 അങ്ങനെ കൊടുത്തിട്ട് പോവുക. അപ്പോൾ ആദ്യത്തെ 0 0 വരും, പിന്നെ 01 02 03 പിന്നെ T10 T11 T12 T13 പിന്നെ T20 T21 T22 T23 T30 T31 T32 T33. ഈ രീതിയിലാണ് എന്ത് വരിക? നമ്മളൊരു സെക്കൻഡ് റാങ്ക് ടെൻസറിനെ നമ്മൾ മെട്രിക്സ് ഫോമിൽ എന്ത് ചെയ്യുക? നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ സിമെട്രിക് ടെൻസർ ഉണ്ട്, അതുപോലെ തന്നെ അസിമെട്രിക് ടെൻസർ ഉണ്ട്. സിമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? സിമെട്രിക് ആണെങ്കിൽ എന്താ എഴുതാം നമുക്ക്? ടി ഓഫ് മ്യൂ ന്യൂ വിൽ ബി ഈക്വൽ ടു ടി ഓഫ് ന്യൂ മ്യൂ വരും. അതായത് ഇപ്പോൾ 0 1 10 എന്തായിരിക്കും? സെയിം കമ്പോണൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ആൻറ്റി സിമെട്രിക് ആണെങ്കിലോ? ആൻറ്റി സിമെട്രിക് ആണെങ്കിലോ? ആൻറ്റി സിമെട്രിക് ആണ് ടി മ്യൂ ന്യൂ വിൽ ബി ഈക്വൽ ടു മൈനസ് ടി ന്യൂ മ്യൂ ആണ് വരിക. ഓക്കെ, ഇങ്ങനെയാണ് ആൻറ്റി സിമെട്രിക് വരിക. നമുക്ക് കൺസിഡർ ചെയ്യുന്ന മെട്രിക്സ്, നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന മെട്രിക്സ്, അതായത് ഫീൽഡ് ടെൻസർ എന്ന് പറയുന്ന ടെൻസർ എന്താണ്? ഒരു ആൻറ്റി സിമെട്രിക് മെട്രിക്സ് ആണ്, ആൻറ്റി സിമെട്രിക് ടെൻസർ ആണ്. സോ നമുക്ക് ആൻറ്റി സിമെട്രിക് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, സോ ഒരു ആൻറ്റി സിമെട്രിക് ടെൻസർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ഫീൽഡ് ടെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻറ്റി സിമെട്രിക് ടെൻസറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൻറ്റി സിമെട്രിക് ടെൻസറിൽ എന്താ പറയുക, മൊത്തത്തിൽ 4 എലമെൻറ്റ്സ് എന്തായിരിക്കും? 0 ആയിട്ട് പോകും. 4 എലമെൻറ്റ്സ് എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. 6 എലമെൻറ്റ്സ് എന്താണ്? റിപ്പീറ്റ് ചെയ്തിട്ടാണ് വരിക. ഓക്കെ, 6 എലമെൻറ്റ്സ് എന്ത് റിപ്പീറ്റ് ചെയ്തിട്ടാണ് വരിക. അപ്പോൾ മൊത്തം എന്തായി? 16 എലമെൻറ്റ്സ് ആയി. ഓക്കെ, ആകെ 16 എലമെൻറ്റ്സ് ആയാലും 6 എലമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്യുക. 6 എലമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ 12 ആയി. 4 എലമെൻറ്റ്സ് എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. ഈ 4 എലമെൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഡയഗണൽ എലമെൻറ്റ്സ് ആണ് 4 എന്തായിട്ട് പോവുക? 0 ആയിട്ട് പോവുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു ആൻറ്റി സിമെട്രിക് ടെൻസർ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? ടി മ്യൂ ന്യൂ വിൽ ബി ഈക്വൽ ടു ഡയഗണൽ എലമെൻറ്റ്സ് ഒക്കെ 0 ആയിട്ട് പോയി. സോ ഫസ്റ്റ് എലമെൻറ്റ് 0, പിന്നെ T01 പിന്നെ T02 T03. ഇവിടെ എന്ത് വരും? ആൻറ്റി സിമെട്രിക് ആണ്. T01 വിൽ ബി ഈക്വൽ ടു മൈനസ് ഓഫ് T10 വരും അല്ലേ? സോ മൈനസ് ഓഫ് T01, ഓക്കെ, മൈനസ് ഓഫ് T01. ഓക്കെ, പിന്നെ ഡയഗണൽ എലമെൻറ്റ്സ് 0 ആണ്. ഇവിടെ T12 ഇവിടെ T13. ഇവിടെ എന്ത് വരും? ഇവിടെ മൈനസ് ഓഫ് T02, കാരണം ആൻറ്റി സിമെട്രിക് ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ എഴുതുന്നത്. ആൻറ്റി സിമെട്രിക് ആയതുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്. സോ ഈ ടേം എന്ത് വരും? മൈനസ് T12 0 T23. നാലാമത്തെ മൈനസ് T03 മൈനസ് T13 മൈനസ് T23 0. ഓക്കെ, സോ
സോ ഈ രീതിയിലാണ് നമ്മൾ എന്ത് വരിക, നമ്മളെ ആൻറ്റി സിമെട്രിക് ടെൻസർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ T01 T02 ഈ എലമെൻറ്റ്സ് ഒക്കെ കണ്ടുപിടിക്കണം നമുക്ക്. ഓക്കെ, ഈ എലമെൻറ്റ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഓക്കെ, സോ അതിന് മുന്നോടിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ലാംഡ മെട്രിക്സും നമുക്ക് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അതായത് ഈ മെട്രിക്സ് ആണ് ഇതിപ്പോൾ ഈ ഫോമിൻ്റെ ഏത് ഫോമിൻ്റെയാണ്, ഇതിനെ മെട്രിക്സ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്താണ് ഈ സാധനം. സോ ദിസ് ഈസ് ദ ലാംഡ മെട്രിക്സ് ആണ് ഈ സാധനം. സോ ആ ലാംഡ മെട്രിക്സിനെ നമുക്കൊന്ന് അവിടെ നിന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ലാംഡ മെട്രിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഗാമ മൈനസ് ഗാമ ബീറ്റ 0 0 മൈനസ് ഗാമ ബീറ്റ ഗാമ 0 0 0 0 1 0 പിന്നെ എങ്ങനെ വരും 0 0 0 1. ഓക്കെ, ഇതാണ് ഗാമ മെട്രിക്സ് വരിക. ഓക്കെ, ഇനി നമുക്ക് ഓരോ എലമെൻറ്റ്സ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഓരോ എലമെൻറ്റ്സ് ആയിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഓരോ എലമെൻറ്റ്സ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T bar of 01. ഓക്കെ, T bar of 01 will be equal to ഇങ്ങനെ വരിക, എന്താണ് നമ്മുടെ ഫോർമുല, ഇതാണ് നമ്മളെ ഫോർമുല. ഓക്കെ, T bar of 01 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കൊന്ന് അവിടെ റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ. T bar of mu will be is equal to capital lambda mu lambda mu sigma T lambda sigma. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ 0 1 ആണ് ഫസ്റ്റത്തെ. mu എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0, mu എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. സോ അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ലാംഡ 0 0 ലാംഡ 1 0 T 01. ഓക്കെ, ഫസ്റ്റ് കോമ്പിനേഷൻ 0 × 1 ഫസ്റ്റ് കോമ്പിനേഷൻ ആണ് 0 1 1 പ്ലസ് ലാംഡ 0 0 ലാംഡ 1 0 ലാംഡ 1 1 ലാംഡ 1 1 T 01. ഓക്കെ, ഇവിടെ 0 0 കാരണം ലാംഡയും 0 ആണ്, സിഗ്മയും 0 ആണ്. ഫസ്റ്റ് കോമ്പിനേഷൻ വന്നു, സെക്കൻഡ് കോമ്പിനേഷൻ വന്നു, പിന്നെ തേർഡ് കോമ്പിനേഷൻ ലാംഡ 0 1 ലാംഡ 1 0 T 1 0. നാലാമത്തെ കോമ്പിനേഷൻ ലാംഡ 0 1 ലാംഡ 1 1 T 1 1. ഓക്കെ, ഈ 4 കോമ്പിനേഷൻസ് ആണ് വരിക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇതിലിപ്പോൾ T00യും T11 അതെന്താണ്, ഡയഗണൽ എലമെൻ്റ് ആണ്. അത് രണ്ടും എന്താണ്, 0 ആണ്. സോ ഈ ടേമും പോയി. ഓക്കെ, എന്തുള്ളത്, ലാംഡ 0 1 ലാംഡ 1 0 T10 പ്ലസ് ഈ ടേം ലാംഡ 0 0 ലാംഡ 1 1 T01. ഓക്കെ, ഈ രണ്ട് ടേമുകളാണുള്ളത്. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു ലാംഡ 0 0 ലാംഡ 1 1. ഞാൻ ടേംസ് നോക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് ലാംഡ 0 0 ആണ്. ലാംഡ 0 0 പറഞ്ഞു കഴിഞ്ഞാൽ ഈ എലമെൻറ്റ് അല്ലേ, ഗാമ വരും. സോ ഗാമ ഇൻറ്റു ലാംഡ 1 1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് എലമെൻറ്റ് ഈ എലമെൻ്റ് ആണ്, അതും ഗാമ വരും, ഇൻറ്റു T01 പ്ലസ് ലാംഡ 0 1. ലാംഡ 0 1 എന്ന് പറയുമ്പോൾ മൈനസ് ഗാമ ബീറ്റ. സോ മൈനസ് ഗാമ ബീറ്റ ഇൻറ്റു ലാംഡ 1 0 പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഗാമ ബീറ്റ. സോ മൈനസ് ഗാമ ബീറ്റ ഇൻറ്റു T10. ഓക്കെ, which will be equal to gamma square T01 plus gamma square beta square T10. ഓക്കെ, സോ നമുക്കിങ്ങനെ എഴുതാം. പക്ഷെ നമുക്കറിയാം T10 will be equal to minus of T01 ആണ്. സോ which will be equal to
ഗാമ സ്ക്വയർ T01 മൈനസ് ഗാമ സ്ക്വയർ ബീറ്റ സ്ക്വയർ T01 അല്ലേ? ടി ആൻറ്റിസിമെട്രിക് ആണല്ലോ, സോ ടി മ്യൂ ഇസ് ഈക്വൽ ടു ടി ന്യൂ മ്യൂ ആണല്ലോ. സോ T10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഓഫ് T01 ആയിരിക്കും. സോ ഇതിൽ എന്ത് ചെയ്യാം, നമുക്ക് ഗാമ സ്ക്വയർ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ, അല്ല ഗാമ സ്ക്വയർ T01 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 1 മൈനസ് ബീറ്റ സ്ക്വയർ കിട്ടും. ഓക്കെ, സോ ബീറ്റ എന്ന് പറഞ്ഞാൽ V/C ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ഗാമ സ്ക്വയർ T01 ഇൻറ്റു 1 മൈനസ് V സ്ക്വയർ ബൈ C സ്ക്വയർ കിട്ടും. ഓക്കെ, V സ്ക്വയർ ബൈ C സ്ക്വയർ കിട്ടും. ഗാമ സ്ക്വയർ എന്താണ്, ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/√1 മൈനസ് V സ്ക്വയർ ബൈ C സ്ക്വയർ ആണ്. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു 1 മൈനസ് V സ്ക്വയർ ബൈ C സ്ക്വയർ, ഗാമ സ്ക്വയർ ആണല്ലോ, ഇൻറ്റു T01 ഇൻറ്റു 1 മൈനസ് V സ്ക്വയർ ബൈ C സ്ക്വയർ. ഓക്കെ, സോ ഈ ടേം ക്യാൻസൽ ചെയ്ത് പോയി, വിച്ച് ഈസ് ഈക്വൽ ടു T01. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സോ വി ഗോട്ട് T01 is equal to T01 എന്ന് കിട്ടി. ഓക്കെ, ഫസ്റ്റ് മെട്രിക്സ് എലമെൻറ്റ് ചെയ്തു, ഫസ്റ്റ് ടെൻസറിൻ്റെ എലമെൻറ്റ് എന്ത് ചെയ്തു, നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഫസ്റ്റത്തെ എലമെൻറ്റ് എന്ത് ചെയ്തു, നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഫസ്റ്റത്തെ എലമെൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇതേപോലെ എന്ത് ചെയ്യാം, എല്ലാ എലമെൻറ്റ്സും കണ്ടുപിടിക്കാം. ഓക്കെ, കുറച്ച് ടാസ്ക് പരിപാടിയാണ്. നോ സിമിലർ ആയിട്ട് എന്ത് ചെയ്യാം, എല്ലാം സെയിം സ്റ്റെപ്പാണ്. T02 വിൽ ബി ഈക്വൽ ടു എന്ത് വരും, ലാംഡ 0 0 ലാംഡ 2 2 T02 പ്ലസ് ലാംഡ 0 1 ലാംഡ 2 2 T12. ഞാൻ എന്താ പറയുക, ഡയഗണൽ എലമെൻറ്റ്സ് ഒന്നും എഴുതുന്നില്ല, അതൊക്കെ 0 ആയിട്ട് പോകും. ഞാൻ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് എഴുതുകയാണ്. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു എന്ത് വരും, ഗാമ 00 പറഞ്ഞു കഴിഞ്ഞാൽ ഗാമയാണ്, 22 പറഞ്ഞാലും ഗാമയാണ്. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു ഗാമ 22 ഗാമ അല്ലല്ലോ, ഗാമ 22 1 ആണ് കേട്ടോ, 1 ആണ്. സോ ഗാമ ഇൻറ്റു 1 ഇൻറ്റു T02 പ്ലസ് ലാംഡ 01, ലാംഡ 01 എന്തായിരുന്നു, മൈനസ് ഗാമ ബീറ്റയാണ്. അപ്പോൾ ഇത് മൈനസ് ആയി പോകും, മൈനസ് ഗാമ ബീറ്റ ലാംഡ 22 1 ആണ് ഇൻറ്റു T12. ഓക്കെ, വിച്ച് വിൽ ബി ഈക്വൽ ടു ഗാമനെ കോമൺ ആയിട്ട് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഗാമ ഇൻറ്റു T02 മൈനസ് ബീറ്റ T12. ഓക്കെ, സോ സെക്കൻഡ് എലമെൻറ്റ് കിട്ടി. T02 is equal to ഗാമ ഇൻറ്റു T02 മൈനസ് ബീറ്റ ഇൻറ്റു T12. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുക, നമ്മൾ ഓരോ എലമെൻറ്റായിട്ട് കണ്ടുപിടിക്കുക. ഓക്കെ, ഓരോ എലമെൻറ്റായിട്ട് കണ്ടുപിടിക്കുക. നിങ്ങളെ നോട്ട്ബുക്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോട്ട് തന്നിട്ടുണ്ട്, ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നോക്കുക. അവസാനം നമുക്ക് എന്ത് കിട്ടും, എല്ലാ മെട്രിക്സ് എലമെൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും, T(C1) is equal to T01. പിന്നെ രണ്ടാമത്തെ എലമെൻറ്റ് T(2) will be equal to ഗാമ ഇൻറ്റു T02 മൈനസ് ബീറ്റ ഇൻറ്റു T12. മൂന്നാമത്തെ എലമെൻറ്റ് T(3) will be equal to ഗാമ ഇൻറ്റു T03 പ്ലസ് ബീറ്റ ഇൻറ്റു T31. അതേപോലെ തന്നെ T00 01 02 03. ഓക്കെ, ശരിയാണല്ലോ, നമ്മൾ ഡയഗണൽ എലമെൻറ്റ്സ് 0 ആയിട്ട് പോകും. പിന്നെ 6 കണ്ടുപിടിച്ചാൽ മതി, ബാക്കി ഇതിൻ്റെ റിപ്പീറ്റ് ചെയ്ത സെയിം എലമെൻറ്റ്സ് ആണല്ലോ വരിക, അങ്ങനെ നമ്മൾ ആൻറ്റിസിമെട്രിക്കൽ പറഞ്ഞത്. അപ്പോൾ നമ്മൾ T01 കണ്ടുപിടിക്കുക, അതായത് ഇത്രയും എലമെൻറ്റ്സ് കണ്ടുപിടിച്ചാൽ മതി. അതായത്
ഇത്രയും എലമെൻറ്റ്സ് കണ്ടുപിടിച്ചാൽ മതി. കാരണം വെച്ചാൽ ഈ 6 തന്നെയാണ് ഈ 3, 4, 5, 6 ഈ 6 തന്നെയാണ് എന്ത് വരിക, ഇതിൻ്റെ വാല്യൂസ് ആയിട്ട് വരിക. അപ്പോൾ ഈ 6 മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതിൽ T01 കിട്ടി, T02 കിട്ടി, T03 കിട്ടി, T12, T13, T23 അത്രയും കിട്ടിയാൽ മതി നമുക്ക്. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ T12, T12 will be is equal to gamma into T12 minus beta into T02. അതേപോലെ തന്നെ T13 will be is equal to gamma into T13 minus beta into T03. ലാസ്റ്റത്തെ T23 will be is equal to T23. ഓക്കെ, സോ ഇത് നമുക്ക് ആ മെട്രിക്സ് സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. Now compare these equations. Compare these equations with the field transformation equations. എന്ത് ചെയ്യുക, നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കിട്ടിയിട്ടുള്ള ഫീൽഡ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ഉണ്ടല്ലോ, നമ്മൾ EX, EY, E bar X, E bar Y, ഇല്ല E dash X, E dash Y, E dash Z, അതുപോലെ BX, BY, BZ, അങ്ങനെ 6 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും ഇതും കൂടി എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. ഓക്കെ, അതും ഇതും കൂടിയിട്ട് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. ഓൺ കമ്പയറിങ് നമുക്ക് എന്ത് കിട്ടും, T01 will be is equal to നമുക്ക് കിട്ടും EX by C കിട്ടും. T02 will be is equal to EY by C. T03 will be is equal to എന്ത് കിട്ടും, EZ by C. അതേപോലെ തന്നെ T12 will be is equal to BZ. T13 is equal to BY കിട്ടും. ആൻഡ് T23 will be is equal to നമുക്ക് കിട്ടും BX കിട്ടും. അത് ഡയറക്റ്റ് കമ്പയർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒബ്റ്റെയിൻ ചെയ്യാവുന്നേ ഉള്ളൂ. സോ നമ്മളെ മെട്രിക്സ് എങ്ങനെയായിട്ട് മാറും, സോ നമ്മളെ മെട്രിക്സ് എങ്ങനെയായിട്ട് മാറും. സോ മെട്രിക്സിൻ്റെ എലിമെൻറ്റ്സ് നമുക്ക് F എന്ന് വേണ്ടി കൊടുക്കാം. സോ F ഓഫ് mu nu will be is equal to എന്ത് വരിക, T00 T00ൻ്റെ വാല്യൂ 0 ആണ്. T01 EX by C, T02 EY by C, T03 EZ by C, പിന്നെ T11 എന്താണ്, മൈനസ് ഓഫ് T01 ആണ്. സോ ഇതിൻ്റെ ഇത് വരും മൈനസ് EX by C, പിന്നെ ഈ ടേം 0 വരും. ഇപ്പോൾ T12 ആണ് വരിക. നമ്മളെ മെട്രിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരിക, T00, T01, T02, T03, പിന്നെ ഇവിടെ മൈനസ് T01, T11, T12, T13, മൈനസ് ഓഫ് T02, മൈനസ് ഓഫ് T12, പിന്നെ 0, T23, പിന്നെ മൈനസ് ഓഫ് T03, മൈനസ് ഓഫ് T13, മൈനസ് ഓഫ് T23, 0. ഈ രീതിയിലാണ് നമ്മളെ മെട്രിക്സ് വരിക കേട്ടോ. അത് വെച്ചിട്ടാണ് ഇവിടെ കൊടുത്തുള്ളത്. നൗ T12 നമുക്ക് കിട്ടിയത് BZ വന്നു. T13 എന്താണ്, BX വന്നു. ഈ എലമെൻറ്റ് മൈനസ് ഓഫ് T02 ആണ്. T02ൻ്റെ മൈനസ് EY by C, മൈനസ് T12 പറയുമ്പോൾ BZ, പിന്നെ അടുത്ത എലമെൻറ്റ് 0, T23 BX. ഓക്കെ, B13 BY ആണല്ലോ, ഇത് BY ആണ്. ഓക്കെ, നൗ ലാസ്റ്റ് ടേം അല്ലെങ്കിൽ വരിക മൈനസ് ഓഫ് T03 വരുമ്പോൾ മൈനസ് ഓഫ് EZ by C, മൈനസ് ഓഫ് T13 വരുമ്പോൾ മൈനസ് BY, പിന്നെ മൈനസ് ഓഫ് T23 വരുമ്പോൾ മൈനസ് ഓഫ് BX, ഈ ടേം 0. ഓക്കെ, നൗ ദിസ് മെട്രിക്സ് is known as the field tensor. Okay,
ഇതിനാണ് നമ്മൾ വിളിക്കുക, ഇതിനാണ് നമ്മൾ ഫീൽഡ് ടെൻസർ എന്ന് വിളിക്കുക. ഓക്കെ, ദിസ് മെട്രിക്സ് ഈസ് നോൺ ആസ് ഫീൽഡ് ടെൻസർ. ഇതേപോലെ തന്നെ ഒരു ഡുവൽ ടെൻസർ ഉണ്ട്. ഓക്കെ, ഒരു ഡുവൽ ടെൻസർ ഉണ്ട്. ഡുവൽ ടെൻസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ E/C ഉണ്ട്. E/Cക്ക് പകരമൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ മെട്രിക്സിൽ ഇൻസ്റ്റെഡ് ഓഫ് E/C പുട്ട് ബി, വെറുതെ ബി ഇട്ട് കൊടുക്കുക. ഓക്കെ, അതായത് ഇപ്പോൾ EX ആണെങ്കിൽ അവിടെ BX കൊടുക്കുക, EY ആണെങ്കിൽ അവിടെ BY കൊടുക്കുക, ആ രീതിയിൽ കൊടുക്കുക. EX/C ആണെങ്കിൽ BX കൊടുക്കുക, EY/C ആണെങ്കിൽ BY കൊടുക്കുക, അങ്ങനെ എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക. അപ്പം നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്ന മെട്രിക്സ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക G ഓഫ് മ്യൂ ന്യൂ കണ്ട് റെപ്രസെൻറ്റ് ചെയ്യുക. അതിനെ നമ്മൾ എന്ത് വിളിക്കുക, നമ്മൾ ഡുവൽ ടെൻസർ എന്ന് വിളിക്കുക. അത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ എന്ത് ഫീൽഡ് ടെൻസർ. സംഗതി സിമ്പിളാണ്. മെട്രിക്സ് എലമെൻറ്റ്സ് കിട്ടാനുള്ള കുറച്ചൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. സംഗതി സിമ്പിളാണ്. ഈ മെട്രിക്സ് പഠിക്കുക എന്തായാലും കേട്ടോ. 1 വെയിറ്റേജിന് ചോദിക്കാനുള്ള ചാൻസ് ഉള്ളതൊന്നും എസ്സേക്കും വരാനുള്ളതില്ല. സോ ഇതൊരു 1 വെയിറ്റേജ് രീതിയിൽ പഠിക്കുക കേട്ടോ.